നമുക്ക് എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു സംഭവമാണ് ലേസിനെസ്, മടി അല്ലെ. അപ്പൊ ഈ ലേസിനെസ് ആണ് നമ്മളെ ഫുള്ള് കാര്യങ്ങളും തകിട മറിച്ച് കളയുന്നത് അല്ലെ. അപ്പൊ എങ്ങനെ ഈ ഒരു ലേസിനെസ്സിനെ മാറ്റാം? ഓക്കെ, ഈ ഒരു മടി നമുക്ക് എങ്ങനെ മാറ്റിക്കളയാം? ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്കൊക്കെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ബുക്ക് തുറന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. തുറന്നിരിക്കുമ്പോൾ മടിയാവുന്നു, പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ. അപ്പൊ ആ ഒരു ലേസിനെസ്സിനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളവർ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണാം. ആൻഡ് ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ലേസി എന്ന് പറഞ്ഞിട്ടൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, റെഡി? യെസ്. അപ്പൊ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഫസ്റ്റ് എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അങ്ങനെ ഒരു മടി പ്രശ്നമുണ്ടെങ്കിൽ സെറ്റ് ഷോർട്ട് ഗോൾസ്. ഓക്കെ, ഭയങ്കരമായിട്ട് ഞാൻ കുറേ ദിവസത്തേക്കോ അല്ലെങ്കിൽ മാസങ്ങളിലേക്കോ ഉള്ള ഗോൾ സെറ്റ് ചെയ്യാതെ ഒരു ഷോർട്ട് ഗോൾ സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബയോളജിയിലെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ചാപ്റ്റർ 1 ഡയഗ്രാംസ് പഠിക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഡയഗ്രാംസ് പഠിക്കും. ഞാൻ 20 മിനിറ്റിൽ എല്ലാ ഡയഗ്രാമും പഠിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഷോർട്ട് ഗോളാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു 20 മിനിറ്റിൽ അത് തീർക്കാൻ പറ്റും. അങ്ങനെ പതുക്കെ അത് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. 20നെ 30 ആക്കാം, 30നെ 40 ആക്കാം, അങ്ങനെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. അപ്പം ആദ്യം എന്ത് ചെയ്യുക? വളരെ ഷോർട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 5 സെക്കൻഡ് റൂൾ. ഇതൊന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, റെഡി? 5 സെക്കൻഡ് റൂൾ, മെൽ റോബിൻസ് മെത്തേഡ് എന്ന് പറയും. അതായത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ മടിയുള്ള ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 5 സെക്കൻഡിനുള്ളിൽ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾ തന്നെ കൗണ്ട് ചെയ്യുക. 1 2 3 4 5. ആ ഒരു 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ അത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും? നാളേക്ക് മാറ്റി വെക്കും. അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ മനുഷ്യന്മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു 5 സെക്കൻഡ് റൂൾ, നിങ്ങൾ ഇപ്പൊ പഠിക്കാം എന്നൊരു തോട്ട് നിങ്ങൾക്ക് വന്നാൽ ആ ഒരു 5 സെക്കൻഡിനുള്ളിൽ തന്നെ പോയിരുന്ന് ആ ഒരു കാര്യം ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഓക്കെ, റെഡി? ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പഠിക്കാനായിട്ടൊരു സ്ഥലം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഒരു ക്ലട്ടർ ഫ്രീ എൻവയോൺമെന്റ്. ഓക്കെ, എന്താ ക്ലട്ടർ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം അടുക്കളയാണ്, ഇത് ഫുഡ് കഴിക്കുന്ന സ്ഥലം ഡൈനിങ് ഹാളാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് TV കാണുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലാണ്, നമ്മൾ കിടന്നുറങ്ങുന്നത് ബെഡ്റൂമിലാണ്. ഓരോന്നിനും ഓരോ സ്ഥലമുണ്ട്. അപ്പൊ പഠിക്കുന്നതിന് ഒരു സ്ഥലം വേണ്ടേ? അല്ലേ വേണ്ടേ? അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ കട്ടിലിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ തോന്നും അല്ലേ. അതേപോലെ നിങ്ങൾ ഒരു എന്താ പറയുക, നല്ല നീറ്റായിട്ടുള്ള ഒരു സ്ഥലം, നിങ്ങൾ പഠിക്കാൻ വേണ്ടി നല്ല കാറ്റും വെളിച്ചവും എന്താ പറയുക എപ്പോഴും നീറ്റാക്കി വെക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അവിടെ പോയി ഇരിക്കുമ്പോൾ ആ ഒരു ഫോക്കസിലേക്ക് നിങ്ങളുടെ മൈൻഡ് വരും. ഓക്കെ, എപ്പോഴും പഠിക്കുമ്പോൾ അവിടെ തന്നെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്. നല്ല വെളിച്ചം വേണം, നല്ല കാറ്റ് വേണം. അതായത് എയർ കണ്ടീഷണർ, പുറത്തുനിന്നുള്ള നല്ല എയർ ആയിരിക്കണം വരുന്നത് കേട്ടോ. വെറുതെ ഫാന് മാത്രമല്ല, പുറത്തുനിന്നുള്ള നല്ല കാറ്റും വെളിച്ചവും വരുന്ന രീതിക്കും, അതേപോലെ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുന്ന രീതിക്കും നല്ല ലൈറ്റ് കളേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കുക. അങ്ങനെ വളരെ നീറ്റായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ആ ഒരു പഠിക്കുന്ന സമയത്ത് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. ഓക്കെ, ആ ഒരു നമ്മുടെ ഫോണോ TVയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഓക്കെ, റിവാർഡ് യുവർ സെൽഫ്. എന്താ റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, നിങ്ങളിപ്പോൾ നേരത്തെ ഒരു ഗോൾ സെറ്റ് ചെയ്തു, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, 20 മിനിറ്റിൽ ഞാൻ ബയോളജിയുടെ എല്ലാ ഡയഗ്രാമും പഠിക്കും. അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കാം. അതൊരു മിഠായി ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇഷ്ടമുള്ള ഒരു കാര്യം. ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പാട്ട് കേൾക്കുക, ഒരു 5 മിനിറ്റ് പാട്ട് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്തു കൊടുക്കുക. ആ ഒരു സംഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളെ തന്നെ എന്ത് ചെയ്യുക? റിവാർഡ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ആയിരിക്കും. അപ്പോൾ അച്ഛനോടും അമ്മയോടും പറയാം ഞാൻ ഇത്രയും പഠിച്ചു. അപ്പോൾ അവരോട് പറയും എങ്ങനെയാണ് കാര്യം, ചെറിയ കാര്യം കേട്ടോ, പാവം ഉണ്ടാവും, അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ, അപ്പോൾ ചെറിയ കാര്യങ്ങൾ നമുക്ക് തന്നെ എന്ത് ചെയ്യാം? റിവാർഡ് ചെയ്യാം. ഓക്കെ, റെഡി? പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് ബയോളജി എന്ന് വിചാരിക്കുക. ഓക്കെ, എക്സാമ്പിൾ, ബയോളജി നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പം നിങ്ങൾ ബയോളജി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായി നിങ്ങൾ പഠിക്കുന്നു. ആ 1 മണിക്കൂറായപ്പോൾ നിങ്ങൾക്ക് എന്തായി? ബോറടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ ബോറടിച്ചിട്ട് ഇത് വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടോ? ഞാൻ 2 മണിക്കൂറത്തേക്ക് ഗോൾ സെറ്റ് ചെയ്തതാണ്, ആ ബയോളജി എന്നെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ 1 മണിക്കൂറിന് ശേഷമുള്ള ഒന്നും നിങ്ങളുടെ തലയിലേക്ക് മര്യാദയ്ക്ക് കയറുന്നുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാ അപ്പം പറയാ? കെമിസ്ട്രി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, കെമിസ്ട്രി ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യുക? ബയോളജി അവിടെ അടച്ചു വെക്കുക. ഒരു കരക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫൊക്കെ കഴിഞ്ഞാൽ അതവിടെ അടച്ചു വെക്കുക. എന്നിട്ട് സബ്ജക്റ്റ് സ്വിച്ച് ചെയ്യുക. അപ്പം നമുക്കൊരു പുതിയ ഫീൽ കിട്ടും.
ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കുറേ നേരം ബിരിയാണി കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും മധുരമുള്ളത് കിട്ടുമ്പോൾ നമുക്കത് എന്താ പറയുക ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു സാധനത്തിൻ്റെ ഒരു സ്വിച്ച് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എന്താണ് ഈസിയാണ് അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക, ഇവിടെയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബോർ അടിക്കുന്ന സമയത്ത് ഒന്ന് സ്വിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് വീഡിയോയുടെ താഴെ ലേസി എന്ന് കമൻറ്റ് ചെയ്യുക.